ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുകും ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മുടെ ഉലുവയും കടുകും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചി കൂടിയാണ്. ഞാനിവിടെ ഇഞ്ചി ഒരു ഭംഗിക്ക് വേണ്ടി നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഓവറായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്താൽ മാത്രം മതിയേ. ഇതിന്റെ ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും നമ്മുടെ ഈ മീൻകറിക്ക് ആവശ്യമില്ല. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 മുതൽ 5 വരെ സ്പൂൺ മുളക് പൊടിയും മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ എരിയുള്ളതും എരിയില്ലാത്ത മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഒരു 4-5 കുടംപുളി നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ഒരു കോട്ടയം സ്റ്റൈൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതേ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ വറ്റയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ചൂടുവെള്ളമാണ്. അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ വെള്ളം തിളച്ചു വന്നത്. അങ്ങനെ ഗ്രേവി തിളച്ചു വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് നമുക്കൊരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം തവി വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ കറിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ദേ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേന് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി ഇവിടെ തയ്യാറായി കഴിയും. കറി റെഡിയായതിനു ശേഷം ലാസ്റ്റിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സ്റ്റെപ്പ് മസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അത് മാത്രമല്ല, വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് മാത്രമല്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തവി വെച്ച് ഇളക്കിയൊന്നും കൊടുക്കരുത്. ദേ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.